നമുക്കറിയാം എന്താണ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ക്ലാസ് ഓഫ് സെറ്റ്സ് ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഫൈനൈറ്റ് യൂണിയൻ ഓർ ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, അതാണ് ഒരു ഫീൽഡ് എന്ന് പറയുക. ഫീൽഡ് ഈസ് എ ക്ലാസ് ഓഫ് സബ്സെറ്റ്സ് ഓഫ് ഒമേഗ having two properties. That class is closed under complementation and closed under finite intersection or finite union. So that field can be extended to a sigma field. You know the sigma field, the definition of sigma field is nothing but sigma field is a class of subsets of omega satisfying properties. That is, one is closure property of under complementation and closure property under countable intersection or union. So ഇവിടെ നമ്മൾ ഈ ഒരു പാർട്ടിൽ നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് AIs are events of forming the partition of omega and which generates script A. Script A എന്ന് വെച്ചാൽ set generated by this class A1, A2, etc. എന്ന് പറഞ്ഞ ക്ലാസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് ഇവിടെ AIs കൗണ്ടബിൾ, AIs ആർ കൗണ്ടബിൾ അല്ലേ? A1, A2, etc. അങ്ങനെ നമുക്ക് ആ പാർട്ടീഷൻ കൗണ്ടബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഫൈനൈറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാം, കൗണ്ടബിൾ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആർബിട്രറി ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ഒരു സിഗ്മ ഫീൽഡ് ജനറേറ്റ് ചെയ്യാം. അതാണ് എന്താണ് സ്ക്രിപ്റ്റ്. നമ്മളത് ചെക്ക് ചെയ്യാമാണ്. വി ആർ ചെക്കിംഗ് വെദർ ദ ക്ലാസ് ജനറേറ്റഡ് ബൈ ദ ആർബിട്രറി ക്ലാസ് സ്ക്രിപ്റ്റ് എഫ്. ഓക്കെ, ആൻഡ് ആ ക്ലാസ്സിലുള്ള ഓരോ സെറ്റിനും പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ജനറേഷൻ എങ്ങനെയാണെന്ന് അറിയാം. ജനറേഷൻ എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് എ ഈസ് ഒബ്റ്റൈൻഡ് ബൈ കോംപ്ലിമെൻറ്റേഷൻ. എ എടുത്താൽ എ കോംപ്ലിമെൻ്റ് എടുക്കുക. അതുപോലെ തന്നെ A1, A2, എക്സെട്ര ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ കൗണ്ടബിൾ യൂണിയൻ അല്ലെങ്കിൽ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ എടുക്കുക. മനസ്സിലായില്ലേ? അതാണ് ജനറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. Axiom 3 defines probability on all finite disjoint unions of subset of script f. അതാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെഫിനിഷൻ ആക്സിയം 3 കാണുന്നത്. ആക്സിയം 1 നമുക്കറിയാം, പ്രോബബിലിറ്റി ഓഫ് ഒമേഗ ഈക്വൽ ടു 1. ആക്സിയം 2 0 ലെസ് താൻ ഓർ ഈക്വൽ ടു P of A ലെസ് താൻ ഓർ ഈക്വൽ ടു 1. ആക്സിയം 3 that is probability of finite disjoint unions of sets of script f that is can be represented as sum of probabilities of each set. അതാണ് നമ്മുടെ ആക്സിയം 3 എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ കൗണ്ടബിൾ കേസിൽ നമുക്ക് അങ്ങനെ എന്താണ് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് കൗണ്ടബിൾ യൂണിയൻ ഈക്വൽ ടു സം ഓഫ് പ്രോബബിലിറ്റി ഓഫ് കറസ്പോണ്ടിങ് സെറ്റ്സ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യാറ്. ഇവിടെ ഉണ്ട് അല്ലേ? ഇനി സപ്പോസ് P is defined on a certain field. P എന്ന് പറയുന്നത് ഒരു ഫീൽഡ്, സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന ഒരു ഫീൽഡിൽ ഡിഫൈൻ ചെയ്ത പ്രോബബിലിറ്റി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫീൽഡ് ആകുമ്പോൾ നമുക്കറിയാം ഫീൽഡിൽ എ ഉണ്ടെങ്കിൽ എ കോംപ്ലിമെൻ്റ് ഉണ്ടാവും, എയും ബി ഉണ്ടെങ്കിൽ എ യൂണിയൻ ബി ഉണ്ടാവും. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ പ്രോബബിലിറ്റീസ് ഫോർ ഈച്ച് ഇവന്റ് ഓഫ് ദ ഫീൽഡ് എഫ്. പക്ഷേ ഈ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഓഫ് ഇവൻറ്റ്സ് ആയിരിക്കും അല്ലേ? ആ ക്ലാസ് ഓഫ് ഇവൻറ്റ്സ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്മ ഫീൽഡാണ് സിഗ്മ ഓഫ് എഫ്. ജനറേഷൻ നമുക്കറിയാം, അതിൻ്റെ കൂടെ ഇല്ലാത്ത എലിമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി അല്ലേ? കൗണ്ടബിൾ യൂണിയൻ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ പ്രോപ്പർട്ടി വെച്ച് ഇല്ലാത്ത എലിമെൻറ്റ്സ് ആഡ് ചെയ്താൽ മതി. സോ അവിടെ നമുക്കൊരു പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാം. കാരണം അവിടെയും കൗണ്ടബിൾ ഓപ്പറേഷൻ പ്രോബബിലിറ്റി ഡെഫിനിഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. അതാണ് നമ്മൾ P tilde കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. Okay, so P tilde denote the probability defined on sigma field generated by script f. Okay,
ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഇതാണ്, ഇപ്പോൾ ഫീൽഡിലുള്ള എല്ലാ സെറ്റുകളും സിഗ്മ ഫീൽഡിൽ ഉണ്ടായിരിക്കും. കാരണം സിഗ്മ ഫീൽഡിലുള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ സെറ്റാണ് ഉണ്ടാവും. അപ്പോൾ ഫീൽഡിൽ ഉള്ള ഒരു സെറ്റ് എടുത്ത് പി കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കണം സിഗ്മ ഫീൽഡിൽ ഉള്ള ഒരു സെറ്റ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഫീൽഡിലുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് സിഗ്മ ഫീൽഡിലുണ്ടായിരിക്കും. അപ്പോൾ എ വിത്ത് റെഫറൻസ് ഫീൽഡ് പ്രോബബിലിറ്റി പി ആണ്, പി ഓഫ് എ ആണ്. വിത്ത് റെഫറൻസ് സിഗ്മ ഫീൽഡ് സിഗ്മ ഓഫ് എഫ് പി ക്യാപ്പ് ഓഫ് എ ആണ്, അല്ലെ പി ടിൽഡ ഓഫ് എ ആണ്. അപ്പോൾ അത് രണ്ടും അത് സെയിം ആയിരിക്കണം, മനസ്സിലായില്ലേ? Then P tilde is called an extension of P to sigma of P. ഞാൻ ജസ്റ്റ് ഒരു മനസ്സിലാൻ വേണ്ടി ഒരു ചിത്രം വരയ്ക്കാം. ഉദാഹരണത്തിന് സപ്പോസ് ദിസ് ഈസ് ദ ഫീൽഡ്. അതിൽ കൂടാതെയുള്ള കൗണ്ടബിൾ യൂണിയനും കൗണ്ടബിൾ ഇന്റർസെക്ഷനും എടുത്ത് വരുന്ന സിഗ്മ ഫീൽഡ്, അതാണ് സിഗ്മ ഫീൽഡ്. അപ്പോൾ ഇത് ഫീൽഡ്, ഇത് സിഗ്മ ഫീൽഡ്. ഓക്കെ, suppose we define a set, we consider set A here. Then with reference to this field we can define P of A, and with reference to this sigma field we can define P cap of A. ഇങ്ങനെ രണ്ടും ഡിഫൈൻ ചെയ്താലും this should be equal, P of A equal to P of P cap of A, അതാണ് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിസ് ഈസ് ആൻ എക്സ്റ്റൻഷൻ, പി ക്യാപ് ഈസ് ആൻ എക്സ്റ്റൻഷൻ. ഓക്കെ, പി ക്യാപ് ഈസ് ആൻ എക്സ്റ്റൻഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു എക്സ്റ്റൻഷൻ ഓഫ് എ പ്രോബബിലിറ്റി മെഷർമെന്റ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന തിയറം എന്ന് പറയുന്നത് കാരത്തോഡി എക്സ്റ്റൻഷൻ തിയറാണ്. Probability defined on a field can be extended uniquely to a minimal sigma field containing script f. Minimal sigma field containing script f. അത് കാരത്തോഡി എക്സ്റ്റൻഷൻ തിയറം. അതിൻ്റെ പ്രൂഫ് ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, വിത്തൗട്ട് പ്രൂഫാണ്. ദാറ്റ് മീൻസ് എ പ്രോബബിലിറ്റി മെഷർ ഡിഫൈൻഡ് ഓൺ എ field can be extended to the minimal sigma field containing script f. അതാണ് കാരത്തോഡി എക്സ്റ്റൻഷൻ തിയറം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അഞ്ജന ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാന് അഞ്ജനക്ക് സെമിനാർ കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ട് സർ. ഇനി ആർക്കാ സെമിനാർ കിട്ടാത്ത? അനു കിട്ടിയിരുന്നോ? കിട്ടി. ജസ്ന കിട്ടിയിരുന്നോ? കേൾക്കുന്നില്ല. കിട്ടിയിട്ടുണ്ട് സർ, ജസ്നയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മുസീന സർ കിട്ടിയിട്ടുണ്ട്. ആർക്കും കിട്ടാത്ത പ്രോബബിലിറ്റിയില്? സാർ എനിക്ക് കിട്ടിയിട്ടില്ല. ഡിൻസി, പിന്നെ പ്രീതു കിട്ടിയോ? കിട്ടിയിട്ടുണ്ട് സർ. ഓക്കെ, ഡിൻസി സോറി, ഡിൻസി ലെമ്മ 3.2 വളരെ സിമ്പിളാണ്. ഇത് ഡിസ്കസ് ചെയ്യാം. ലെമ്മ 3.2 അതിൻ്റെ ഒരു എക്സാമ്പിള് ലെമ്മ 3.1 അല്ലേ? ലെമ്മ 3.2 അത് തന്നെയല്ലേ ഇത്? ലെമ്മ 3.2 അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ ഒന്ന് രണ്ട് ചെറിയ എക്സാമ്പിൾ കൂടി കേട്ടോ. ഡിൻസി സോറി, ഡിൻസി. ഓക്കെ, അപ്പൊ അത് നമ്മുടെ സാധാരണ നമ്മുടെ ഡെയിലി ലൈഫിൽ കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നമ്മള് ഇൻഡ്യൂസ്ഡ് പ്രോബബിലിറ്റി സ്പേസ് നമ്മൾ പറഞ്ഞിരുന്നത് പ്രോബബിലിറ്റി ഡിഫൈൻഡ് ബൈ ദ റാൻഡം വേരിയബിൾ. ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഇനി നമ്മളത് ഒന്ന് നോക്കി പോവാം. എക്സ് ബി എ റാൻഡം വേരിയബിൾ ഓൺ സ്ക്രിപ്റ്റ് ഒമേഗ സ്ക്രിപ്റ്റ്
script a p, and for any b belongs to script b, we may define px of b is equal to probability of omega such that x of omega belongs to script b. അതായത് ഇൻവേഴ്സ് ഇമേജ് കൊണ്ട് എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജിൻ്റെ പ്രോബബിലിറ്റി മനസ്സിലായത്. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ എക്സ് ആണ് ഇതിൻ്റെ ഈ ഇവൻറ്റിന് കറസ്പോണ്ടിങ് റീസൺ. അതുകൊണ്ടാണ് പി എക്സ് ഓഫ് ബി എന്ന് പറയുന്നത്. എക്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു ബി. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒമേഗയുടെ പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പണ്ട് വരച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? ഇപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട് ഒമേഗ, ഇത് ഒമേഗയാണ്, ഇത് എന്താണ് റിയൽ നമ്പറാണ്. റിയൽ നമ്പറിൻ്റെ ഒരു സബ്സെറ്റിനെ നമ്മൾ വേണമെങ്കിൽ ബി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോസ് ദിസ് ഈസ് ബി, ദിസ് ഈസ് ബി, ദെൻ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇൻവേഴ്സ് ഇമേജ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ഏതെങ്കിലും സെറ്റിലേക്ക്. ഇതാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി. ഈ ഒരു സെറ്റാണ് എക്സ് ഇൻവേഴ്സ് ഓഫ് ബി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്താണ് നമ്മൾ പി എക്സ് ഓഫ് ബി കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡിനോട്ട് ആസ് പി എക്സ് ഇൻവേഴ്സ് ഓഫ് ബി. ക്ലിയർലി സിൻസ് ഇറ്റ് ഈസ് എ പ്രോബബിലിറ്റി ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരു ഡിസ്ജോയിന്റ് സം എടുക്കുകയാണ്. ബി ഇസ് ഈക്വൽ ടു സമ്മേഷൻ ബി ജെ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഡിസ്ജോയിന്റ് കളക്ഷൻ എടുക്കുകയാണ്. മനസ്സിലായി? B1 പ്ലസ് B2 പ്ലസ് B3 അല്ല B1 B2 B3 ഡിസ്ജോയിന്റ് BN ഡിസ്ജോയിന്റ് കളക്ഷൻ എടുത്തു. അവിടെ പറയുന്നില്ല. എനിവേ സമ്മേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ മേ ബി 1 to n or 1 to k അങ്ങനെ നമുക്ക് വിചാരിക്കാം. സോ അതിൻ്റെ നമുക്കറിയാം എന്താണ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, റൈറ്റ് സൈഡിലുള്ള ഇൻ്റർസെക്ഷൻ, റൈറ്റ് സൈഡിലെ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായിരിക്കും? നൾ സെറ്റ് തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? വെവ്വേറെ ഇൻവേഴ്സ് ഇമേജ് ആയിരിക്കും. എല്ലാത്തിൻ്റെ ഇൻവേഴ്സ് ഇമേജും വേറെ ആയിരിക്കും. അത് നമ്മൾ ആദ്യ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? പ്രോബബിലിറ്റി ഓഫ് ബി ജെ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഓഫ് സമ്മേഷൻ ബി ജെ. അതപ്പോൾ ഇൻവേഴ്സ് ഇമേജ് ആയിട്ട് എടുത്തു. പിന്നെ ഡിസ്ജോയിന്റ് ആയതുകൊണ്ട് നമ്മളതിനെ പ്രോബബിലിറ്റി ഉള്ളിലേക്ക് എടുത്ത് സം ചെയ്തു. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈക്വൽ ടു ഇനി ഇത് ഓരോന്നിൻ്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ വി ക്യാൻ write like this summation over j px of bj. And so moreover px of r equal to 1, right side r ന്റെ inverse image omega ആയിരിക്കും. അപ്പോൾ omega probability equal to 1. So px of, so the probability defined like this will be a probability measure. Probability measure ന്റെ conditions എന്താണ്? p of a 0 less than or p of x of b less than or equal to 1. അതിപ്പോൾ ഈ ഫസ്റ്റും തേർഡും വെച്ച് നമുക്ക് പറയാൻ പറ്റും. ദെൻ പി ഓഫ് സമ്മേഷൻ ബി ജെ ഈക്വൽ ടു സമ്മേഷൻ പി ഓഫ് ബി ജെ പ്രൊവൈഡഡ് ബി ജെസ് ആർ ഡിസ്ജോയിൻറ്റ്സ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഹിയർ. സോ വി ക്യാൻ സേ ദാറ്റ് പി എക്സ് ഈസ് ആൻ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പ്രോബബിലിറ്റി മെഷർ. സോ ദിസ് ഈസ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഓക്കെ, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ റിയാലിറ്റിയിൽ കണ്ടുവരുന്ന ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി distribution function of a Borel function of random variable. നമുക്ക് ഒരു ജനറൽ കൺസെപ്റ്റ്, ലെറ്റ് ജി ബി എ ബോറൽ മെഷറബിൾ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ.
So what is the distribution of g of x? That's the question. If x has the distribution probability that x has the distribution probability that x less than or equal to small x. The question is, what is the distribution of probability that g of x less than or equal to some y? എന്തായിരിക്കും? അതാണ് ചോദ്യം. ഓക്കെ, സോ ടു ആൻസർ ദാറ്റ് k എന്നാണ് എഴുതുന്നത്, y k എന്താണ്? അപ്പോൾ g of x ന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? Distribution of ഇതാണ് g of x ഡിസ്ട്രിബ്യൂഷൻ, distribution of g of x. ഓക്കെ, അതെന്താണ് ചോദ്യം. സോ നൗ എന്താണ്? വളരെ ഈസിയാണ്. എന്താണ്? ഉദാഹരണം നോക്കാം. സപ്പോസ് p of x square less than or equal to k. p of x square ആണ്. So x square less than or equal to k is equivalent to probability of minus root k less than or equal to x less than or equal to plus root k. Clear ആണല്ലോ? So that means ഇങ്ങനെ ഇതൊരു ഇവന്റ് ആണല്ലോ, എക്സിന്റെ ഒരു ഇവന്റ് ആണല്ലോ. ഇത് ഇതേപോലെയുള്ള ഒരു സെറ്റ് ആയിരിക്കും, ഇതേപോലെ ഒരു സെറ്റ് ആയിരിക്കും. മൈനസ് കെ മുതൽ മൈനസ് റൂട്ട് കെ മുതൽ പ്ലസ് റൂട്ട് കെ വരെയുള്ള ഒരു സെറ്റ്, എക്സ് ഇൻ ബിറ്റ്വീൻ മൈനസ് റൂട്ട് കെ ആൻഡ് പ്ലസ് റൂട്ട് കെ. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അതൊരു ഒമേഗയിലെ ഒരു സബ്സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഫിലെ ഒരു മെമ്പർ ആയിരിക്കും. സോ വി ക്യാൻ കമ്പ്യൂട്ട് ദ പ്രോബബിലിറ്റി. ഇത് സ്ക്രിപ്റ്റ് എഫിൽ വന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ആൻ എക്സ് സ്ക്വയർ ലെസ് ആൻ ബി, ആ കണ്ടീഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് മൈനസ് റൂട്ട് ബി ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആൻ ഓർ ഈക്വൽ ടു മൈനസ് റൂട്ട് എ, ഓർ റൂട്ട് എ ലെസ് ആൻ ഓർ ഈക്വൽ ടു എ ലെസ് ആൻ എക്സ് ലെസ് ആൻ റൂട്ട് ബി. ഇത് രണ്ടും സിഗ്മ ഫീൽഡിലെ ഒരു ഇവൻസ് ആണ്, അതിൻ്റെ രണ്ടിൻ്റെ യൂണിയനാണ്. സിഗ്മ ഫീൽഡിൻ്റെ യൂണിയൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ യു ക്യാൻ സേ ദാറ്റ് എന്താണ് എക്സ് സ്ക്വയർ, യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി അതുപോലെ തന്നെ മറ്റു എക്സാമ്പിൾസ് ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, അതൊക്കെ വൺ വാല്യൂഡ് ഇൻക്രീസിങ് മോണോട്ടോണിക് ഫങ്ഷൻസ് ആണ്. സപ്പോസ് ജി ഈസ് ഇൻക്രീസിങ് ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ജി ഓഫ് എക്സ് ലെസ് ആൻ ഒരു വൈ സെയിം ആസ് എക്സ് ലെസ് ആൻ ഒരു ജി ഇൻവേഴ്സ് ഓഫ് വൈ. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ജി ഓഫ് എക്സ് വൺ ലെസ് ആൻ ഒരു ജി ഓഫ് എക്സ് ലെസ് ആൻ ജി ഓഫ് എക്സ് ഈസ് സെയിം ആസ് എക്സ് വൺ ലെസ് ആൻ ഒരു എക്സ് വൺ ഇന്റഗ്രൽ x1 to x2 f of x dx. കാരണം g ഇൻക്രീസ് ആകുമ്പോൾ നമുക്കറിയാം x1 ലെസ് ദാൻ എന്താണ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2. ദാറ്റ് ഇംപ്ലൈസ് അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു എന്താണ് ജി ഇൻക്രീസിങ് ആണെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്താവും ജി ഓഫ് എക്സ് വൺ, ജി ഇൻക്രീസിങ് ആണെങ്കിൽ ജി ഓഫ് എക്സ് വൺ ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് അല്ലേ, ഇക്വലന്റ് ആണ് ജി ഓഫ് എക്സ് okay. So instead of finding the probability of this one, we can find out the probability of this event with reference to the density of x. Okay, അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ അതിന് നമ്മൾ ഇൻ്റഗ്രൽ x1 to x2 g of x dx. സോ ദാറ്റ് ഈസ് സെയിം ആസ് എന്താണ് y1 അതിന് നമ്മൾ വൈയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എന്താണ് എക്സിനെ നമ്മൾ എച്ച് ഓഫ് വൈ എന്ന് കൊടുത്തു, എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് വൈ, ജി ഇൻവേഴ്സ് എക്സ് സി എന്നായിരിക്കാം ജി ഇൻവേഴ്സ്. അങ്ങനെയാകുമ്പോൾ എക്സിന് നമ്മളൊരു എന്താണ് ജക്കോബിനൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് കൊടുത്ത് എഴുതുകയാണ്. അത് നമ്മൾ ആ മൾട്ടിവേരിയൻറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട്. സോ
ട്രാൻസ്ഫോർമേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് പൈ. എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് പൈ. അത് ഇൻവേഴ്സ് ഇമേജ് ആണ് കേട്ടോ. ജി ഇൻവേഴ്സ് എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. സോ എക്സ് ഈക്വൽ ടു എച്ച് ഓഫ് പൈ കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻവേഴ്സ് ഇമേജസ് y1 y2. അതുപോലെ തന്നെ അതിൻ്റെ ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോം ഡാഷ് ബൈ ഡി ബൈ y1 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് 1, y2 is equal to ജി ഓഫ് എക്സ് 2, ജി ഇൻവേഴ്സ് ഓഫ് y ഈക്വൽ ടു എക്സ്, എക്സ് ഈക്വൽ ടു എച്ച് വൈ. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. അപ്പോൾ ഇതാണ് എന്താണ് ജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും. എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. ഇവിടെ നമ്മൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുത്തു. അപ്പോൾ ലോഗ് എന്താണ് എക്സ് y ഈക്വൽ ടു എന്താണ് y ഈക്വൽ ടു ലോഗ് y ഈക്വൽ ടു എക്സ്, ലോഗ് y ഈക്വൽ ടു എക്സ്, ലോഗ് y ഈക്വൽ ടു എക്സ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആദ്യത്തെ എക്സ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ലോഗ് വൈ എക്സ് ഈക്വൽ ലോഗ് വൈ നിർത്തും. അപ്പോൾ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? അതാണ് ചോദ്യം. സോ നമുക്കിവിടെ വൈയുടെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എഴുതാം. അതിൻ്റെ ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടുന്നതാണ് ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ജക്കോബിയൻ എന്ന് പറയുന്നത് എന്താണ്? ഡോ എക്സ് ബൈ ഡോ വൈ. ഡോ എക്സ് ബൈ ഡോ വൈ എന്താണ്? 1/y അല്ലേ? 1/y. അതാണ് ഈ താഴെ കിടക്കുന്ന വൈ നടക്കുന്നത് വൈ. ഓക്കെ, സോ ദിസ് ഈസ് ദ ലോഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ എക്സ് നോർമൽ ആണെങ്കിൽ ലോഗ് വൈ എക്സ് ഈക്വൽ ലോഗ് വൈ, അത് എക്സ് ഈക്വൽ ലോഗ് വൈയിൽ ആ എക്സ് നോർമൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് വൈ എന്താണ്? ലോഗ് നോർമലാണ്. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത് അനദർ ഡിസ്ട്രിബ്യൂഷൻ, ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എക്സ് കോമ വൈയുടെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു 1 is 0 less than or equal to x comma y less than or equal to 1 and 0 otherwise. Suppose we want to find out probability of x plus y less than or equal to u, then we can choose the region hello. So please call me after 1 hour. അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇത് എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു യു എന്നാണ്. എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ ഈക്വൽ ടു യു. അപ്പോൾ എക്സിനെ 0 to യു വരെയും എന്താണ് 0 to എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ ഈക്വൽ 1 ആകുമ്പോൾ വൈ യു മൈനസ് എക്സ് വരെയും എക്സ് 0 to യു വരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വൈ 0 to u മൈനസ് എക്സ് വരെയും എക്സ് 0 to u വരെയും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷേപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരിക. അല്ലേ? ദിസ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ദിസ് ഈസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു യു. ഇപ്പോൾ എക്സ് പ്ലസ് വൈ ലെസ് താൻ ഓർ യു എന്ന് പറഞ്ഞാൽ ഈ റീജിയനാണ്. ഏതാണ്? ഈ റീജിയൻ. അപ്പോൾ അതിൽ നമ്മളൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. വേറെ ആളോട് ആ സ്ട്രിപ്പ് അവിടെ നിന്നിട്ട് എവിടെ വരെയാ? വൈ ആണെങ്കിൽ 0 to u വരെ. തിരിച്ച സ്ട്രിപ്പെങ്കിൽ ഇങ്ങനെയാണ് സ്ട്രിപ്പെങ്കിൽ എക്സിൻ്റെ ആണെങ്കിലോ u മൈനസ് വൈ വരെ അല്ലേ? u മൈനസ് വൈ വരെ. എക്സ് ഫ്രം യു മൈനസ് വൈ, പക്ഷെ വൈ ഫ്രം 0 to u. അങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ ചെയ്തിട്ടുണ്ട്, ആ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം. Now we consider some other general measures. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള മെഷർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മെഷറാണ്. മനസ്സിലായില്ലേ? പ്രോബബിലിറ്റി മെഷർ. പ്രോബബിലിറ്റി മെഷറിൻ്റെ പ്രത്യേകത എന്താണ്? 3 പ്രത്യേകതയാണ് പ്രോബബിലിറ്റി മെഷർ. എന്താണ് പ്രോബബിലിറ്റി മെഷർ എന്ന് പറഞ്ഞാൽ? മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷർ ഈസ് എ റിയൽ വാല്യൂഡ് മെഷർ അല്ലേ? മെഷർ ഈസ് എ റിയൽ വാല്യൂഡ് സെറ്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ സിഗ്മ ഫീൽഡ് ഓഫ് ഡിഫൈൻഡ് ഓൺ എന്താണ്? സിഗ്മ ഫീൽഡ് സ്ക്രിപ്റ്റ് എഫ്.
അല്ലേ? സ്ക്രിപ്റ്റ് എഫ്. സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വരയ്ക്കുക? എന്താൾക്കാർ ഇങ്ങനെ കൊടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സിഗ്മ ഫീൽഡ് സ്ക്രിപ്റ്റ് എൻ എന്ന് വിചാരിക്കട്ടെ. field measure is a real valued set and satisfying three properties. One is the first property first property measure mu mu insert mu measure mu ഒന്നാമത്തെ പ്രോപ്പർട്ടി mu of a measure is positive അല്ലേ? അതാണ് നമ്മുടെ ആദ്യത്തെ പ്രോപ്പർട്ടി. measure positive. അപ്പോൾ mu of a is greater than or equal to 0. സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? കൗണ്ടബിൾ അഡിറ്റിവിറ്റി. കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി അല്ല, കൗണ്ടബിൾ അഡിറ്റിവിറ്റി. എന്താണ് കൗണ്ടബിൾ അഡിറ്റിവിറ്റി? measure of countable union. ഇതൊക്കെ കൗണ്ടബിൾ ഓപ്പറേഷൻ ആണ് കേട്ടോ. മെഷർ അപ്ലൈക്കബിൾ ഓൺലി ഫോർ കൗണ്ടബിൾ സെറ്റ്സ്. അൺകൗണ്ടബിൾ വരുമ്പോൾ വർക്ക് ചെയ്യില്ല. i equal to 1 to bi equal to എന്താണ് summation of i equal to 1 to probability of bi. Okay, so these are two fundamental properties of provided bi's are disjoint. disjoint അല്ലെങ്കിൽ കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി വരിക. കൗണ്ടബിൾ സബ്അഡിറ്റിവിറ്റി ഇവിടെ ഈക്വൽ ടു വരും, ലെസ് താൻ ഓർ ഈക്വൽ ടു. disjoint ആണെങ്കിൽ ഇങ്ങനെ വരും. so this is a measure. Okay, now what is probability measure? Probability measure is also having same property. ഒരു കണ്ടീഷൻ കൂടി എക്സ്ട്രാ ഉണ്ടാവും. എന്തായിരിക്കും അത്? the maximum value shall be 1. okay, maximum value shall be 1. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ടാണ് നമുക്ക് പറയാവുന്നത് p of omega equal to എന്താണ് p of omega പോയി ഒമേഗയില്ല ഈക്വൽ ടു 1. എൻ്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ, എ ഈക്വൽ ടു ഒമേഗ എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? സോ ദിസ് ഈസ് പ്രോബബിലിറ്റി മെഷർ. ഓക്കെ, പ്രോബബിലിറ്റി മെഷർ. This is general measure. This is probability measure. അപ്പോൾ probability measure ആകുമ്പോൾ we are restricting the maximum, or this is so it is called, it is normed measure. അതുകൊണ്ട് norm ഇല്ല, maximum value 1. normed measure. probability measure is a normed measure. okay, കാരണം maximum value 1 ആണ്, norm 1 ആണ്. അപ്പോൾ അതാണ് മെഷറും പ്രോബബിലിറ്റി അല്ലെങ്കിൽ മെഷറിൻ്റെ സ്പെഷ്യൽ കേസാണ് പ്രോബബിലിറ്റി. ഇനി നമ്മൾ ചെയ്യുന്നത് കൺസിഡറിങ് എന്താണ്? let B be an arbitrary set but fixed subset for omega belongs to script A. okay, അപ്പോൾ B ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് എടുത്തു. ഓക്കെ, നൗ B ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എ എന്ന് പറയുന്ന സിഗ്മ ഫീൽഡാണ്. ഞാനിവിടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ സിഗ്മ ഫീൽഡ് എന്ന് വിചാരിക്കാം. സിഗ്മ ഫീൽഡ് അപ്പോൾ അതിൽ നമ്മൾ ഈ സിഗ്മ ഫീൽഡിൻ്റെ ഒരു പർട്ടിക്കുലർ സബ്സെറ്റാണ് എന്താണ്? ഒമേഗയുടെ ഒരു സബ്സെറ്റാണ് എന്താണ്?
ഈ സിഗ്മ ഒമേഗയുടെ ഒരു സബ്സെറ്റ് ആയ വേറെ സെറ്റ് എടുക്കുകയാണ്. ഞാനൊരു പർട്ടിക്കുലർ സബ്സെറ്റ് എടുക്കുകയാണ്, അത് ബി, അതിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. ഓക്കെ, അത് ബി ആയിട്ട് ഇൻ്റർസെക്ട് ചെയ്യാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ബി ഈസ് ഇൻ്റർസെക്റ്റഡ് വിത്ത് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് സ്ക്രിപ്റ്റ് എ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പിക്ചർ കൊണ്ട് ബി, if we select the set of all subsets of omega which intersect with b, b ആയിട്ട് intersect ചെയ്യുന്ന സെറ്റുകളുടെ കളക്ഷൻ എടുക്കുക. that is p intersection a. so that is denoted by script ab. ഇത് വീണ്ടും ഒരു സിഗ്മ ഫീൽഡ് തന്നെയാണ്, മനസ്സിലായില്ലേ? സെയിം സിമിലർ പ്രോപ്പർട്ടീസ് അതിനുണ്ടാവും. സോ ബി കോമ സ്ക്രിപ്റ്റ് എ ഇസ് എ മെഷറബിൾ സ്പേസ്, മനസ്സിലായില്ലേ? ഇനി നമുക്ക് വി ക്യാൻ ഡിഫൈൻ എ പ്രോബബിലിറ്റി ലൈക്ക് ദിസ്. പി സ്റ്റാർ ഓഫ് ബി ഇന്റർസെക്ഷൻ എ, നമ്മൾ പി ആണ് ആക്ച്വലി നമ്മുടെ സ്ക്രിപ്റ്റ് എയിലെ മെമ്പേഴ്സിനുള്ളത് എങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എന്താണ്? പി സ്റ്റാർ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു അനദർ മെഷർ വി ആർ ഡിഫൈനിങ്, അനദർ പ്രോബബിലിറ്റി മെഷർ. പക്ഷേ ആ മെഷർ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ആ മെഷർ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഈ ഇതുമായിട്ട് ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. പി ഡിഫൈൻ ചെയ്യുന്ന ഇവിടെയാണെങ്കിൽ, പി ഇവിടെയാണെങ്കിൽ പി സ്റ്റാർ ഡിഫൈൻ ഓൺലി ഹിയർ, അല്ലേ? ഇവിടെയാണ് പി സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, പി എല്ലാത്തിനും എയിലെ എല്ലാത്തിനും സെറ്റിനും ഡിഫൈൻ ചെയ്യുന്നു. പി സ്റ്റാർ ഡിഫൈൻ ഓൺലി ഫോർ ദ ഇന്റർസെക്ഷൻ. സോ പി സ്റ്റാർ ഓഫ് ബി ഇന്റർസെക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്, എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? വി ആർ ഡിഫൈനിങ് ലൈക്ക് ദിസ്. വി ആർ നോർമലൈസിങ് യൂസിങ് പി ഓഫ് ബി. മനസ്സിലായില്ലേ? പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. അപ്പോൾ താഴെ പി ഓഫ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് പി സ്റ്റാർ ഓഫ് ബി. ക്ലിയർലി പി സ്റ്റാർ സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് ഓഫ് പ്രോബബിലിറ്റി ആക്സിയംസ്, അല്ലേ? നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ലൈസ് ബിറ്റ്വീൻ 0 and 1. ഓക്കെ, പി ഓഫ് എന്താണ്? പി ഓഫ് ഒമേഗ. അപ്പോൾ പി ഓഫ് ബി ഇന്റർസെക്ഷൻ ഒമേഗ ദാറ്റ് ഈക്വൽ ടു പി ഓഫ് ബി ഇന്റർസെക്ഷൻ ഒമേഗ ഡിവൈഡ് ബൈ പി ഓഫ് പി സ്റ്റാർ ഓഫ് ബി ഇന്റർസെക്ഷൻ ഒമേഗ. ഇവിടെ എഴുതാം. പി സ്റ്റാർ ഓഫ് ബി ഇന്റർസെക്ഷൻ എ star of b intersection a equal to and then by definition it is p of a divided by p of b. നമ്മൾ താഴെ ഡിവൈഡ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് പി സ്റ്റാർ. ഈ പി സ്റ്റാർ ഒരു പ്രോബബിലിറ്റി ആണോ, ഒരു എന്താണ് നമ്മൾ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഫോർ ദാറ്റ് വി കൺസിഡർ പി ഓഫ് ഒമേഗ, പി ഓഫ് ബി ഇന്റർസെക്ഷൻ ഒമേഗ ഈക്വൽ ടു പി ഓഫ് ബി ഇന്റർസെക്ഷൻ ഒമേഗ. ബി ഇന്റർസെക്ഷൻ ഒമേഗ എന്താണ്? പി ഓഫ് ബി തന്നെയാണ്, അല്ലേ? ആദ്യത്തെ കണ്ടീഷൻ കിട്ടി, പി ഓഫ് ഒമേഗ ഈക്വൽ ടു 1. Then since it is probability, this lies between എന്താണ് 0 and 1. ഓക്കെ, അത് എന്താണ് ക്ലിയർ ആണ്. ഇനി അടുത്തത് കൗണ്ടബിൾ അഡിറ്റിവിറ്റി ആണ്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡിസ്ജോയിന്റ് യൂണിയൻ എടുത്തു. ഡിസ്ജോയിന്റ് യൂണിയൻ, ഇവിടെ യൂണിയന് വരെ സമ്മേഷൻ എ ജെ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി യൂണിയൻ എ ജെ ആണ്, അത് ഓരോ പുസ്തകത്തിൻ്റെ നൊട്ടേഷനാണ്. സോ വി കൺസിഡർ എന്താണ് ഡിസ്ജോയിന്റ് യൂണിയൻ എന്താണ് I from 1 to infinity some AI. അത് ആക്ച്വലി ബൈ ഡെഫിനിഷൻ എന്താണ്? ഈശ്വരൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഇതാണത്. ഓക്കെ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ we can say that this is nothing but probability of union I from 1 to infinity P of B intersection AI. Okay,
പിന്നെ നമുക്കറിയാം ബി ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് അത് ഡിസ്ജോയിൻ്റ് തന്നെയായിരിക്കും. എ എസ് ഡിസ്ജോയിൻ്റ് ആണെങ്കിൽ അത് ബി ആയിട്ട് ഇൻ്റർസെക്ട് ചെയ്താലും അത് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഉദാഹരണത്തിന് സപ്പോസ് ദിസ് ഈസ് ഡിസ്ജോയിൻ്റ് എ ഇസ് അല്ലേ, ഇത് A1 ഇത് A2 etc. So this is A1, this is A2 etc. അത് നമ്മൾ ഒരു ബി ആയിട്ട് ഇൻ്റർസെക്ട് ചെയ്തു. ഓക്കെ, സോ അഗൈൻ എന്താണ്, വി ഹാവ് ബി ഇൻ്റർസെക്ഷൻ A1 ദാറ്റ് ഈസ് എന്താണ് ഡിസൈൻ വിത്ത് ബി ഇൻ്റർസെക്ഷൻ A2 etc. Okay, so this is B. So B intersection A1, B intersection A2 etc. അതും ഡിസോയിൻ്റ് ആണ്. ഡിസോയിൻ്റ് ആകുമ്പോൾ വീണ്ടും നമുക്ക് എങ്ങനെ എഴുതാം, we can add that probability. Okay, so ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, so we can add that probability. That means instead of so this one is എന്താണ് summation അല്ലേ, summation ആയിട്ട് എഴുതാം. summation I from I equal to 1 to infinity P of B A I അല്ലേ divided by P of B, P of P. So this can be right like this. എന്താണ് എങ്ങനെയായിരുന്നു, so I from 1 to infinity ഇവിടെ സിംഗിൾ ആയിട്ട് എഴുതാം, probability of BAI divided by P of B that equal to എന്താണ് this one we can write P star of B dot AI. So countable additivity comes here. Okay, so that is given in equation 3.9. notation ഒക്കെ വ്യത്യാസമുണ്ട്, നിങ്ങളത് മനസ്സിലാക്കി എഴുതുക. So we can say that omega script PV is a probability measure. Okay, PV is called a conditional probability of A given B. അതിന് നമ്മൾ conditional probability എന്ന് വിളിക്കും. ഈ conditional probabilityയുടെ എന്താണ് ഇനി അടുത്ത് let x and y be two random variables on R2 B2 Pxy be the probability space induced by xy. ഇത് ബൈവേരിയറ്റ് എടുക്കുകയാണ്. Consider the Borel set A belongs to B2 and set B is equal to x equal to x0 and minus infinity less than y less than infinity. That is x equal to x0. കാരണം y എന്ന് പറയുമ്പോൾ r ആണ്, അപ്പോൾ r ആയിട്ട് ഇന്റർസെക്ട് ചെയ്താൽ x equal to x0 തന്നെയാണ്. So A intersection x equal to എന്താണ് x equal to x comma y belongs to A, അതാണ് നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. Then Px of B is equal to P of x equal to x0, that equal Pxy equal to P of A intersection B, x comma y, x into y, P of A intersection B. Then x belongs to B and x comma y belongs to A. അതായത് സൈമിൾട്ടേനിയസ് ആയിട്ട് കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്, അത്ര ഉദ്ദേശിക്കുന്നത്. പിന്നെ PB of A is equal to conditional probability of A given B. Conditional probability of A given B എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രകാരം A intersection B divided by probability of B, probability of A intersection B divided by probability of B. അതാണ് ഇക്വേഷൻ 3.6 കൊണ്ട് ഡിനോട്ട് ചെയ്യും. എക്ക് പകരം x equal x0, ബിക്ക് പകരം x comma y belongs to y A,
സോറി എക്ക് പകരം എക്സ് കോമ വൈ ബിലോങ്സ് ടു എ, ബിക്ക് പകരം എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ പി ഓഫ് ബി, ദാറ്റ് മീൻസ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ ജനറലൈസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. മനസ്സിലായില്ലേ? ജസ്റ്റ് എക്സ് ഈക്വൽ എക്സ് നോട്ട് പറയുന്ന പകരം എക്സ് ബിലോങ്സ് ടു B1 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മോർ ദാൻ 1 പോയിന്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റീറൈറ്റ് ചെയ്യുക, ജനറലായിട്ട് എഴുതുന്നത്. സോ ദിസ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് വി നോ വെരി വെൽ. ഓക്കെ, നൗ അനദർ മെഷർ ഈസ് കൗണ്ടിങ് മെഷർ. സോ കൗണ്ടിങ് മെഷർ എന്ന് പറഞ്ഞാൽ എണ്ണാണ്, നമ്പറാണ്, അതിൻ്റെ കൗണ്ടാണ്. കൗണ്ട് എന്താണ്? നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ സീറോ ഇൻ ബി. If omega is the set real line R and script A is the class of all Borel sets in R, then define a set function mu such that mu of B is equal to number of integers. ഉദാഹരണത്തിന് mu of open interval 0,1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നുമില്ല, അപ്പോൾ അതിൽ ഇൻഡിജേഴ്സ് ഒന്നുമില്ല. ഓപ്പൺ ഇൻ്റർവൽ 0,1 ആയി കഴിഞ്ഞാൽ, അപ്പോൾ അത് അല്ലെങ്കിൽ ഓപ്പൺ 0 ക്ലോസ് 1 ആയി കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം ഉണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെ mu of null set അതിൽ ഇൻഡിജേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് 0. mu of summation bi is equal to summation over I b mu of bi. അപ്പോൾ നമ്മൾ എന്താണ് ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്യുക. ഒരു റിയൽ ലൈൻ കൺസിഡർ ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് ഓപ്പൺ 0 കോമ ക്ലോസ്ഡ് 2, അതിൽ എത്ര ഇൻഡിജേഴ്സ് ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്. എന്താണ് mu ഓഫ് മെഷ് ഓഫ് ഓപ്പൺ 0 കോമ 2 എന്ന് പറഞ്ഞാൽ സീക്വൽ 2 ആണ് അല്ലേ? അത് ഈ 2 അല്ല, നമ്പർ ഓഫ് ഇൻഡിജേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്. ഇനി ക്ലോസ്ഡ് n കോമ n+1 ആണെങ്കിൽ അതിൽ എത്ര ഇൻറ്റിജർ ഉണ്ട്? n മാത്രമാണ് അതിൽ ഒരു ഇൻറ്റിജർ ആയിട്ടുള്ളത്. സോ mu ഓഫ് n കോമ n+1 is equal to 1. ഓക്കെ, സോ ആറിന് നമുക്കറിയാം ഇങ്ങനെ സമ്മായിട്ട് എഴുതാൻ പറ്റും. n കോമ n+1 ജനറൽ എന്താണ് ആഡ് ചെയ്ത് പോകും ആറിന്. അപ്പോൾ അതുകൊണ്ട് ആറിലുള്ള നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ഇൻഫിനിറ്റി ആയിരിക്കും. കാരണം ആറിലെ എത്രയുണ്ട്? -∞ വരെ ഇൻഫിനിറ്റി വരെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഫിനിറ്റി ആണ് നമുക്ക് എഴുതാം ആറിൻ്റെ കൗണ്ടിങ് മെഷർ. ഇനി അങ്ങനെയാണ്, അപ്പോൾ അതാണ് കൗണ്ടിങ് മെഷർ. ഇനി വേറൊരു എക്സാമ്പിൾ, കൗണ്ടിങ് മെഷർ മേ ബി ഡിഫൈൻ ഓൺ RK/AK. എന്താണ് ഇങ്ങനെ എഴുതാം, നമ്പർ ഓഫ് പോയിന്റ്സ് എക്സ് ജനറലായിട്ട് വരുമ്പോൾ. ഇനി അടുത്താണ് ലെബേക്ക് മെഷർ. ലെങ്ത് ആണ് ഇവിടെ റെഫറൻസ് ആയിരുന്നത്. ലെങ്ത് നമ്പർ, കൗണ്ടിങ് മെഷറിൽ നമ്പർ ആണെങ്കിൽ ലെബേക്ക് മെഷറിൽ ലെങ്ത് ആണ്. ലെങ്ത്. ഓക്കെ, so what is length? mu of a open a comma closed b is equal to b minus a. നമ്മൾ ഇതാണ് നമ്മൾ റെഫറൻസ് സെറ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ക്ലോസ്ഡ് ഓപ്പൺ എ ക്ലോസ്ഡ് ബി. സോ ലെങ്ത് ഓഫ് ദിസ് സെറ്റ് ഓപ്പൺ എ ക്ലോസ്ഡ് ബി is equal to b minus a. then mu of phi എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്, അതിൻ്റെ ലെങ്ത് 0 ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്താണ്? അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് ഡിസ്റ്റൻസ്. ഉദാഹരണത്തിന് നമ്മളൊരു എന്താണ് ഇങ്ങനെ എടുത്ത് നമ്മൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു സെറ്റ്, അത് കഴിഞ്ഞിട്ട് ഇവിടം വരെ വേറെ സെറ്റ്, അതിൻ്റെ ഇവിടം വരെ വേറെ സെറ്റ്, അങ്ങനെ ഡിസ്ജോയിൻറ്റ് സെറ്റുകൾ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് പറഞ്ഞ എന്തായിരിക്കും? സോ ലെങ്ത് ഓഫ് എന്താണ് this one plus length of this one plus length of this one plus etc. So that is the Lebesgue measure. Okay, so length is the reference idea. Okay, അപ്പോൾ അതിന് അങ്ങനെയുള്ള മെഷറിനാണ് പറയുക ലെങ്ത് മെഷറിനെ പറയുന്ന പേരാണ് ലെബേക്ക് മെഷർ. ഓക്കെ, ലെബേക്ക് മെഷർ. ഇപ്പോൾ n, n+1 ലെങ്ത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓപ്പൺ ഇൻട്രോ n, n+1 ലെങ്ത് 1. ഇനി x - n/1/n to x അതിൻ്റെ ലെങ്ത് 1/n ആണ്.
കാരണം x-1/n മുതൽ x വരെയുള്ള ലെങ്ത് 1/n ആണ്. സോ ദാറ്റ് മെഷർ ഈസ് 1/n. ഇനി ലെങ്ത് മെഷർ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. മ്യൂ ഓഫ് ഓപ്പൺ എ ക്ലോസ്ഡ് ബി ഈക്വൽ മ്യൂ ഓഫ് ഓപ്പൺ എ ഓപ്പൺ ബി പ്ലസ് മ്യൂ ഓഫ് സിംഗിൾട്ടൺ ബി ദാറ്റ് ഈക്വൽ സിംഗിൾട്ടൺ ബിയുടെ ലെങ്ത് 0 ആണ്. അതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത ലെബെഗ്-സ്റ്റീൽജിസ് മെഷർ. എന്താണ് ലെബെഗ്-സ്റ്റീൽജിസ് മെഷർ? ഞാൻ പറഞ്ഞല്ലോ, ലെബെഗ്-സ്റ്റീൽജിസ് ആകുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് അത് ഡീവിയേഷൻ എടുക്കുക. ഉദാഹരണത്തിന് മ്യൂ ഓഫ് എ കോമ ബി സിക്വൽ ഇൻസ്റ്റെഡ് ഓഫ് ബി മൈനസ് എ വി കൺസിഡർ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. മനസ്സിലായില്ലേ? മെഷർ ഓഫ് ഓപ്പൺ എ കോമ ബി ഈക്വൽ ടു ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. അപ്പം ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് അത് നമ്മൾ ലെബെഗ് മെഷറിൻ്റെ പോലെ തന്നെ, പക്ഷേ നമ്മൾ ബി മൈനസ് എ പറയുന്നതിന് പകരം ഫംഗ്ഷൻ്റെ ലെബെഗ് മെഷർ പറയും. ഫംഗ്ഷൻ്റെ ലെബെഗ് മെഷർ, അതാണ് ലെബെഗ്-സ്റ്റീൽജിസ് മെഷർ, ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. അപ്പോൾ ലെബെഗ് മെഷറിൻ്റെ അതേ കണ്ടീഷൻ തന്നെയായിരിക്കും ലെബെഗ്-സ്റ്റീൽജിസ് മെഷറിനും. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ബി മൈനസ് എടുക്കുന്നതിന് പകരം ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇത് നോക്കി എഴുതിയാൽ മതി, ചോദിച്ചാൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ. ഓക്കെ, പിന്നെ ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ. സോ അതതിൻ്റെ എന്താണ് 1-2 ഇൻ്റഗ്രൽ ഡെഫിനിഷൻസ് ആണ്. നമുക്കറിയാം ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ എ ടു ബി അല്ലെ എ പ്ലസ് ടു ബി ഡി ജി അല്ലേ. അതെടുക്കുമ്പോൾ നമുക്ക് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ആണ് കിട്ടുക. അത് കണ്ടിന്യൂസ് ആണെങ്കിൽ ജമ്പ് ഉള്ളതാണെങ്കിൽ സമ്മേഷൻ ജി ഐ എന്ന് വരും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇഫ് ജി ഓഫ് എക്സ് ഇസ് എ ഡിഫറൻഷ്യബിൾ ഓൺ എ കോമ ബി വിത്ത് ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് എക്സ്, ദെൻ ജി ഡാഷ് ഓഫ് എക്സ് ആൻഡ് ദെൻ ജി ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ജി ഓഫ് ബി മൈനസ് ജി ഓഫ് എ ഈസ് ഈക്വൽ ടു എ ടു ബി ജി ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. അതൊക്കെ നമ്മൾ എന്താണ് മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ടിൽ നിന്ന് നേരെ അതേപോലെ കോപ്പി ചെയ്തെടുക്കുന്നതാണ്. ആ റിസൾട്ടുകളാണ് ഇതൊക്കെ. ഓക്കെ, റീമാൻ തിയറി ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി അടുത്താണ് സൈൻഡ് മെഷർ. സൈൻഡ് മെഷർ എന്താണ്? സൈൻഡ് മെഷർ സൈൻഡ് മെഷറിൽ നെഗറ്റീവ് വാല്യൂസ് വരും കേട്ടോ. നെഗറ്റീവ് വാല്യൂസ് വരും. If a sigma additive set function nu defined on script can take positive and negative values, but assuming at most one of the values plus infinity or minus infinity satisfying v of phi equal to 0 is called signed measure. Additive set function nu defined on A that can take positive and negative values. അപ്പോൾ അതാണ് നമ്മൾ സൈൻഡ് മെഷർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ന്യൂ ഇസ് ഈക്വൽ ടു mu1 മൈനസ് mu2. mu1 mu2 നമ്മൾ സാധാരണ ഫസ്റ്റ് ഡിഫൈൻ ചെയ്ത മെഷർ, അതിൻ്റെ ഡിഫറൻസ് ദാറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലേ. ഇപ്പം mu1 ഓഫ് എ ചെറുതും mu2 ഓഫ് എ വലുതും വന്നാൽ ഈ ഡിഫറൻസ് എന്താവും? നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണത് ഇത് നെഗറ്റീവ് വരാം പോസിറ്റീവ് വരാം. ബി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വരാം. രണ്ടും ഒന്നിച്ച് വരില്ല, ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്. അത് mu1 വലുതും mu2 ചെറുതുമായി കഴിഞ്ഞാൽ പോസിറ്റീവ്, mu1 ചെറുതും mu2 വലുതുമായി കഴിഞ്ഞാൽ നെഗറ്റീവ്. അപ്പോൾ അതാണ് നമ്മൾ സൈൻഡ് മെഷർ എന്ന് പറഞ്ഞ് വിളിക്കുക. ഓക്കെ, സോ അതൊക്കെ എൻ്റെ വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്കൊക്കെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. എന്താണ് മെഷർ, ലെബെഗ്-സ്റ്റീൽജിസ് മെഷർ അല്ലെങ്കിൽ എന്താണ് സൈൻഡ് മെഷർ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കി പഠിക്കാം, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നോക്കി പഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടി ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പ്രോപ്പർട്ടി എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊന്ന് വായിക്കാം, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും.
നമ്മൾ പറയാതെ എന്തെങ്കിലും വിട്ടുപോയിട്ട് അത് മാത്രം നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഡികമ്പോസിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മളത് എങ്ങനെയാണ് ഒരു ജനറൽ ഡികമ്പോസിഷൻ. ഇപ്പോൾ ആൽഫ F1 പ്ലസ് ആൽഫ 1 F1 പ്ലസ് ആൽഫ 2 F2, അത് ജനറലൈസ് ചെയ്തിട്ട് എങ്ങനെ പറയാം? സമ്മേഷൻ I from 1 to n ആൽഫ I Fi of x. അതാണ് ജനറൽ ഡികമ്പോസിഷൻ. മിക്സ്ചർ എന്ന് പറയും. അപ്പോൾ അതിലൊരു എക്സാമ്പിൾ, മിക്സ്ചറിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ലൈറ്റ് ബൾബൊക്കെ വാങ്ങുമ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു കോളേജിൽ കുറച്ച് ലൈറ്റ് ഇടണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കടയിൽ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഫിലിപ്സ് കമ്പനിയുടെ കുറേ ലൈറ്റ് ബൾബ് കിട്ടി. അതുപോലെ തന്നെ എന്താണ്, തികയാത്തോണ്ട് അടുത്ത കടയിൽ പോയി, അപ്പോൾ സോണ എന്ന് പറയുന്ന കമ്പനിയുടെ ലൈറ്റ് ബൾബ് കിട്ടി. പിന്നെ ഞാൻ അത് തികയാതെ വന്നപ്പോൾ അടുത്ത കമ്പനിയിൽ പോയി, അപ്പോൾ അവിടെ എന്താണ് ലീഗ്രാൻഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ലൈറ്റ് ബൾബ് കിട്ടി. അങ്ങനെ പല കമ്പനികളുടെയും ലൈറ്റ് ബൾബ്, ഇതൊരു വലിയൊരു സ്ഥാപനത്തിലൊക്കെ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടാതെ വരിക. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു, ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ എൻ്റെ ഇലക്ട്രീഷ്യന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇലക്ട്രീഷ്യൻ എന്താ ചെയ്തെല്ലാം കൂടി കൊണ്ടുവന്ന് എല്ലാത്തിൻ്റെയും കവറൊക്കെ പൊളിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഓരോന്നായിട്ട് ഇതിന് പുറമെ എടുക്കും. മനസ്സിലായില്ലേ? ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചോളം ഇത് ഏത് കമ്പനിയാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതാ വരുന്നതെന്ന് ഇലക്ട്രീഷ്യൻ നോക്കേണ്ട ആവശ്യമില്ല. ഓൺലി വൺ സിംഗിൾ യൂണിറ്റ് യു ഹിൽ ടേക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്, അതാണ് ചോദ്യം. സോ വാട്ട് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് എന്താണ് റാൻഡംലി സെലക്റ്റഡ് ലൈറ്റ് ബൾബ്? അതാണ് മിക്സഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ 3 കമ്പനിയാണുള്ളതെങ്കിൽ F ഈക്വൽ ടു എന്താണ് ഒരു 30%, 0.3 ടൈംസ് F1, കാരണം 30% ഫിലിപ്സ് ആയിരുന്നു, ഒരു 40% സോണ കമ്പനിയുടെ F2 പ്ലസ് ബാക്കി വരുന്ന 30% ലീഗ്രാൻഡ് കമ്പനിയുടെ F3. ഇതാണ് ശരിക്കും ഫോർമലി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ദിസ് റാൻഡംലി സെലക്റ്റഡ് യൂണിറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്താണ് റിയൽ ആപ്ലിക്കേഷൻ ഓഫ് മിക്സർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? മിക്സർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഒരു യൂണിറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് മിക്സർ ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ് ഈസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ്: g of x equals summation I from 1 to n alpha I Fi of x. ഇനി ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ഡികമ്പോസിഷൻ തിയറി നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, അതിൻ്റെ തിയറിയൊക്കെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്, ജോർദാൻ ഡികമ്പോസിഷൻ തിയറി. ഓക്കെ, അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ, അങ്ങനെയായിരിക്കും നമ്മൾ എഴുതിയിട്ടുണ്ടാവുക. അത് ശരിക്കും ജോർദാൻ ഡികമ്പോസിഷൻ തിയറി ആയിരുന്നു, അല്ലേ? അത് നമ്മൾ എഴുതിയ റിസൾട്ട് അങ്ങനെയായിരിക്കും, നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് ആർ അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ പ്രൂഫ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും ഇങ്ങനെയുണ്ട്, നമുക്ക് നോക്കാം. ഇതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞിരുന്നത്, ഒരു കടയിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ നമ്മൾ കുറേ യൂണിറ്റ് മേടിക്കുമ്പോൾ ചിലത് ആ ഇൻസ്റ്റൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ ഫെയിലിയർ ആകാം. അതിൻ്റെ പ്രോബബിലിറ്റിയാണ് 1 - p. പിന്നെ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴേക്കും ഫെയിലിയർ ആവുക, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് 1 - c⁻⁻ λ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. മനസ്സിലായില്ലേ? ഇത് 1 - p എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പോർഷൻ. 1 - p ഐറ്റംസ് അത് ഇൻസേർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ അത് ഫെയിലിയർ ആകും. ബാക്കി p പ്രൊപ്പോർഷൻ അത് x എന്ന് പറയുന്ന ടൈമിലാണ് ഫെയിലിയർ ആവുക. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ? ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. f of x, y equal to p of x less than or equal to x, y less than or equal to y. അത് നമ്മളിങ്ങനെ എഴുതും. ഒരു സെറ്റ് ഒമേഗ ആയി കഴിഞ്ഞാൽ പിന്നെ p of x less than or equal to x മാത്രം എഴുതിയാൽ മതി. അതിനെ മാർജിനൽ
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അതേപോലെ തന്നെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈ. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റിയുടെ കണ്ടീഷൻസ് ഒക്കെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് 4.4, അത് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സാധാരണയുള്ള നോൺ ഡിക്രീസിങ് റൈറ്റ് കണ്ടിന്യൂസ് കൂടാതെ ഈ ഒരു ഇക്വേഷൻ 4.414 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടി ബൈവേരിയറ്റിൽ വേണം, പോസിറ്റീവ് ആയിരിക്കണം. ഇതിൻ്റെ ഞാനൊരു ഗ്രാഫൊക്കെ വരച്ച് നിങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു, എക്സ് ആക്സ് വൈ ആക്സ് ഒക്കെ വരച്ചിട്ട്. സോ അതാണ് ഈ ഒരു പ്രോപ്പർട്ടി. അതിൻ്റെ വാല്യൂസ് joint density, example, k-variate case, general case. ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോകുന്നത് കേട്ടോ. പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്ര മതി തൽക്കാലം. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. കറസ്പോണ്ടൻസ് തിയറം അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ, പേജ് 77 വരെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കുക. ഏതെങ്കിലും പിടികിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും